ദോശൻ്റെ കൂടാണെങ്കിലും ഇഡ്ഡലീൻ്റെ കൂടാണെങ്കിലും മോമോസിൻ്റെ കൂടാണെങ്കിലും ഇത് മൂന്നിനും സെറ്റായിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോഴും നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്, എരിവില്ലാത്തെടുത്തോളൂ കേട്ടോ. ഒരു വലിയുള്ളി, 2 തക്കാളി, പിന്നെ നിലക്കടല. ഇത്രയും നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരല്പം ഉപ്പ്, ഒരല്പം മഞ്ഞളിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി വീണ്ടും ഒരു പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം വേണേ, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വെള്ളുള്ളിൻ്റെ അരിഞ്ഞത് ഒരു 7 അല്ലിയോളം എടുത്തിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേൻ്റെ തണ്ടും കൂടെ ഇതിലിട്ടിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കാം. വെള്ളുള്ളിൻ്റെ കളർ ഒന്നൊരു ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലേക്ക് പോരാ കേട്ടോ. വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. തിക്കായിട്ട് വേണ്ടവർക്കാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പിന്നെ ഒന്ന് വെള്ളം കുറച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പോലെ അത് തിളപ്പിക്കണം. ഇങ്ങനെ ഒരു ചട്നി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതൊന്നും ആവുന്നൊന്നുമില്ല. ഒന്നും ആവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വിനീഗറും കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഒറ്റ ആക്കലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ പൊളിയാണല്ലോ അല്ലേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് സോയാ സോസും കൂടെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ഒഴിച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിക്കും ദോശക്കൊന്നും സെറ്റാവുന്നുള്ളൊരു തോന്നലേ വേണ്ട കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ അതൊന്ന് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ വിനീഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് 1 ടീസ്പൂണ് തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചോളൂ. അപ്പോഴും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് കഴിക്കാമല്ലോ. ഒരു മാസം ഒന്നും ആവത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും.